ദുരിതബാധിതർക്കായി കൈകോർത്ത് വ്യാപാരി വ്യവസായി സമിതി. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ 14 വീടുകൾ നിർമ്മിച്ചു നൽകും. വീടുകളുടെ നിർമ്മാണത്തിനായി ദുരിതാശ്വാസ ഫണ്ട് സമാഹരണം ആരംഭിച്ചു. കേരളത്തിന്റെ ഹൃദയം തകർത്ത വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായവരെ കൈപിടിച്ചുയർത്താൻ വിവിധ സംഘടനകളും വ്യക്തികളുമാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വയനാട്ടിലെ ദുരിതബാധിതർക്കായി കൈകോർക്കാമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് കേരള വ്യാപാരി വ്യവസായി സമിതി വീട് നഷ്ടപ്പെട്ടവർക്ക് 14 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ഒരു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇതിനായുള്ള പണം ദുരിതാശ്വാസ ഫണ്ട് സമാഹരണം വഴിയാണ് കണ്ടെത്തുന്നത്. വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഫണ്ട് സമാഹരണത്തിൽ കട്ടപ്പന നഗരത്തിലെ വ്യാപാരികൾ വലിയ പിന്തുണയാണ് നൽകുന്നതെന്ന് സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഈ ഒരു ദുരന്തത്തെ അവര് വളരെ ദുഃഖകരമായിട്ടുള്ള വേദപ്രകടനങ്ങളും മറ്റ് സഹായങ്ങളും ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവർ കേരള സർക്കാർ മുഖേനയും നേരിട്ടും അല്ലാതെയൊക്കെയായി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഈ അവസരത്തിൽ കേരള വ്യാപാരി വ്യവസായി സമിതി ഒരു തീരുമാനമെടുക്കേണ്ടായി. അവിടെ വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് 14 വീടുകൾ നിർമ്മിച്ചു നൽകുവാനും ഓരോ ജില്ലാ കമ്മിറ്റിയുടെ വകയായി ഓരോ വീടുകൾ, അത് വയനാട്ടിലെ കച്ചവടം നഷ്ടപ്പെട്ടു പോയവരുടെയും വീടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മറ്റു പൊതുവായിട്ടുള്ള പൊതുവിഭാഗങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോയ അവർക്കൊരു സഹായം എന്നുള്ള നിലയിൽ 14 വീട് വെച്ച് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കട്ടപ്പനയിലും കഴിഞ്ഞ ദിവസങ്ങളിലും ആയിട്ട് ഞങ്ങളൊരു ഫണ്ട് പിരിവിനിറങ്ങി അതിന് നിശ്ചയമായിട്ട് സഹകരിക്കുന്ന ഇവിടുത്തെ വ്യാപാര സമൂഹവും പൊതുജനങ്ങളോടും അത് എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്തതാണ്. ആഗസ്റ്റ് 2-ാം തീയതി മുതലാണ് ഫണ്ട് സമാഹരണം ആരംഭിച്ചത്. വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് ഭാരവാഹികളായ MR അയ്യപ്പൻകുട്ടി, ഷിനോജ് GS, റെജി കുമാർ, M ജഹാംഗീർ, PM ഷെഫീഖ്, PJ സജീവ് എന്നിവർ ധനസമാഹരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.